പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു. എന്നും രാവിലെ മരം വെട്ടുകാരൻ തന്റെ കോടാലിയുമായി കാട്ടിലേക്ക് പോകുമായിരുന്നു. ഹായ്, നല്ല മരം, ഇന്ന് ഇത് തന്നെ വെട്ടാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ മരം വെട്ടാൻ തുടങ്ങി. പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്നും കോടാലി കുറച്ച് വെള്ളത്തിലേക്ക് പോയി. അയാൾ കരയാൻ തുടങ്ങി. അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്നു. പെട്ടെന്ന് അയാൾ വനദേവതയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അയാളുടെ വിഷമം കേട്ട് വനദേവത പ്രത്യക്ഷപ്പെട്ടു. ഭക്ത, നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാണ് വിഷമിക്കുന്നത്? അയ്യോ വനദേവത, അയാൾ അത്ഭുതപ്പെട്ടു. അയാൾ നടന്ന കാര്യങ്ങൾ വനദേവതയോട് പറയാൻ തുടങ്ങി. വിഷമിക്കണ്ട, ഞാൻ നിന്റെ കോടാലി എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വനദേവത അയാൾക്കു നേരെ ഒരു സ്വർണ്ണ കോടാലി നീട്ടി. വനദേവതേ, ഇതല്ല എൻ്റെ കോടാലി, ഇതല്ല. ഇത് കേട്ടയുടൻ വനദേവത കുളത്തിലേക്ക് മുങ്ങി മറ്റൊരു കോടാലിയുമായി പ്രത്യക്ഷപ്പെട്ടു. അത് ഒരു വെള്ളിക്കോടാലി ആയിരുന്നു. എന്നാൽ ഇത്തവണയും മരംവെട്ടുകാരൻ അത് വാങ്ങാൻ തയ്യാറായില്ല. ഇത് കേട്ടയുടൻ വനദേവത കുളത്തിലേക്ക് മുങ്ങി മരംവെട്ടുകാരൻ്റെ കോടാലിയുമായി പ്രത്യക്ഷപ്പെട്ടു. അതെ, ഇതാണ് എൻ്റെ കോടാലി. അയാൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി. നിന്റെ സത്യസന്ധത എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് ഈ 3 കോടാലികളും ഞാൻ നിനക്ക് സമ്മാനമായി നൽകുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വനദേവത അപ്രത്യക്ഷയായി. ഗുണപാഠം: ഏത് സാഹചര്യത്തിലും നമ്മൾ സത്യസന്ധത പുലർത്തുക, പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.